നമസ്കാരം. ഗാന്ധിജിയുടെ അഹിംസയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷേ ആത്മരക്ഷയുടെ കാര്യമോ? സചിത്ര ബാലകഥകൾ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ കഥയിലൂടെ ബാപ്പു നൽകിയ ഒരു വലിയ പാഠം, അതാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കിടക്കാം. ഗാന്ധിജിയും നെഹ്റുവും തമ്മിലുള്ള ആ സംഭാഷണം നടന്ന സബർമതി ആശ്രമത്തിലെ ആ കുടിലിലേക്ക്. കഥ നടക്കുന്നത് സബർമതി ആശ്രമത്തിലെ ഒരു സാധാരണ കുടിലിലാണ്. അകത്ത് നേരിയ ഒരു വെളിച്ചം മാത്രം. ആ ഒരു സമയത്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടേക്ക് കടന്നുവരുന്നത്. അങ്ങനെ ആ അരണ്ട വെളിച്ചമുള്ള മുറിയിലേക്ക് കയറി നെഹ്റുവിന് ഒരബദ്ധം പറ്റി. ഗാന്ധിജിയുടെ ഊന്നുവടി അവിടെ ഇരിക്കുന്നത് കണ്ടില്ല. അതിലൊന്ന് തട്ടി അദ്ദേഹം വീഴാൻ പോയി. സ്വാഭാവികമായും അദ്ദേഹത്തിന് ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നി. ആ ഒരു ചെറിയ ദേഷ്യത്തിൽ നിന്നാണ് ഒരു വലിയ ചോദ്യം വരുന്നത്. ഗാന്ധിജിയുടെ തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു ചോദ്യം. അദ്ദേഹം നേരെ ചോദിച്ചു, ബാപ്പു, നിങ്ങൾ അഹിംസയുടെ ആളല്ലേ? പിന്നെന്തിനാ ഈ വടി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? നെഹ്റുവിനത് ശരിക്കും ഒരു വൈരുദ്ധ്യമായിട്ടാണ് തോന്നിയത്. അപ്പോ ഈ ചോദ്യം കേട്ടപ്പോൾ ബാപ്പു എന്തു പറഞ്ഞു എന്നല്ലേ? അദ്ദേഹം തുടങ്ങിയത് തന്റെ പതിവ് ശൈലിയിലുള്ള ഒരു ചെറിയ തമാശയിലൂടെയായിരുന്നു. ഇത് കേട്ട് ഗാന്ധിജി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെപ്പോലെയുള്ള വികൃതി പിള്ളേരെ നേരെയാക്കാൻ തന്നെയായത്. ആ ഒരു മറുപടി കേട്ടതും ആ കുടിലെ ആ ഒരു ഗൗരവമൊക്കെ അങ്ങ് മാറി. അന്തരീക്ഷം കുറച്ചുകൂടി ലൈറ്റായി. പക്ഷേ ആ തമാശയ്ക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ടായിരുന്നു. ഗാന്ധിജി ആ വിഷയം കുറച്ചുകൂടി ഗൗരവമായി വിശദീകരിക്കാൻ തുടങ്ങി. ബാപ്പു പറഞ്ഞു, നോക്കൂ, യഥാർത്ഥ അഹിംസ എന്ന് പറഞ്ഞാൽ എല്ലാവരും തല്ലുമ്പോൾ അത് കൊള്ളാൻ വേണ്ടി നിസ്സഹായരായി നിന്നുകൊടുക്കുന്നതല്ല, അത് ഭീരുത്വമാണ്. യഥാർത്ഥ നീതി എന്താണെന്ന് വെച്ചാൽ അനീതിയെ നേരിടേണ്ടി വരുമ്പോൾ സ്വയം രക്ഷിക്കാനുള്ള വഴികൾ തേടുന്നത് ആ നീതിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈയൊരു ലളിതമായ വിശദീകരണത്തിലൂടെ ഗാന്ധിജി അഹിംസയുടെ തന്നെ മറ്റൊരു വശമാണ് നമുക്ക് കാണിച്ചു തന്നത്. അതായത് അനീതിക്കെതിരെ നമ്മളെ തന്നെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നത് ഒരു ധർമ്മമാണ്, അതൊരു പോരാട്ടമാണ്, അല്ലാതെ ഹിംസയല്ല. ഇവിടെയാണ് ഗാന്ധിജിയുടെ അഹിംസ എന്ന ആശയം നമുക്ക് ശരിക്കും വ്യക്തമാകുന്നത്. അത് വെറുതെ എല്ലാം സഹിച്ചിരിക്കുന്ന ഒന്നല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ധീരമായ ഒരു നിലപാടാണ്. എത്ര ലളിതമായൊരു സംഭാഷണം, അല്ലേ? പക്ഷെ അതിലൂടെ എത്ര വലിയൊരാശയമാണ് ബാപ്പു നെഹ്റുവിനും അതുവഴി നമുക്കും പകർന്നു തന്നത്. ചിലപ്പോൾ വലിയ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള ചെറിയ ഉദാഹരണങ്ങൾ മതി. ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണ് അഹിംസയുടെ അതിർവരമ്പ്? എപ്പോഴാണ് ആത്മരക്ഷ ഒരു ആവശ്യമായി മാറുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്.